നല്ല വെയിലുള്ള സമയം ഉച്ചയാണ് കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചക്കലത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഞങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ വീഡിയോ ആണ് ഇന്ന്. ഇപ്പം ഞാൻ സെമിനാച്ചിന് കൂടിയിട്ടാണ് ഇന്നും ഫുഡൊക്കെ കഴിക്കാറ്. പക്ഷേ ഇന്ന് അച്ഛൻ കുറച്ച് ലേറ്റായിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് കുറച്ച് തുണി ഇതേപോലെ കൊറിയർ അയക്കണം. അപ്പം അങ്ങനെ കൊറിയർ ഓഫീസിൽ വരെ പോയേക്കുകയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല വിശപ്പും ഉണ്ട്. വന്നിട്ടൊക്കെ എത്ര ലേറ്റായാലും വന്നിട്ടൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ നല്ല വിശപ്പും ഉണ്ട്. പിന്നെ സമയം 1 മണി ആയിട്ടുമുണ്ട്. അതുകൊണ്ടങ്ങ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കലത്തെ ഫുഡെന്ന് പറയുന്നത്. ഇത് നല്ല തേങ്ങ അരച്ചിട്ടുള്ള മത്തിക്കറിയാണ് കേട്ടോ. നല്ല കറിയായിരുന്നു. മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം മാങ്ങ വെച്ചിട്ടുള്ള മത്തിക്കറിയാണ്. കണ്ടോ? ഓക്കെ. പിന്നെ ഉള്ളത് ചീര. നമ്മുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴാണെങ്കിൽ അമ്മ മുരിങ്ങയില തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുരിങ്ങയില, പിന്നെ നമ്മുടെ ഇവിടെ ആണെങ്കിൽ മധുരച്ചീരയുണ്ട്. അപ്പോൾ ആ ചീരയും മുരിങ്ങയിലയും കൂടി മിക്സ് ചെയ്തിട്ട് ആക്കിയ തോരനാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുഞ്ഞൂനാണെങ്കിൽ ചോറ് കൊടുത്തപ്പോൾ ഒന്ന് ഇച്ചിരി വാരി കഴിച്ച് നോക്കിയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ തക്കാളി ചട്നി. ഇത് തക്കാളി ചട്നിയാണ്. ഇത്രയും ഉണ്ടായിരുന്നു തക്കാളി ചട്നി. 2-3 ദിവസമായി അമ്മ ആക്കിയിട്ട്. നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ പിന്നെ നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട്. ചോറ് എടുക്കാൻ പോവാം. ഫസ്റ്റ് പ്ലേറ്റ് എടുക്കട്ടെ. ഇതാണ്ട്. ഓക്കെ, ലൈവായിട്ട് നമുക്ക് ചോറെടുക്കാവേ. തുറക്കാൻ പറ്റുന്നില്ല. അമ്മയും പപ്പയും ചോറ് കഴിച്ചാട്ടോ. ഇനി ഞങ്ങളും കൂടിയേ ഉള്ളൂ കഴിക്കാൻ. അമ്മയും പപ്പയും കുഞ്ഞും സിംകുട്ടിയും എല്ലാവരും ഫുഡ് കഴിച്ചു. ഓക്കെ, ഇത്രയും ചോറ് മതി കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മീൻകറി ഒഴിക്കാം കേട്ടോ. നല്ല മീൻകറി ഇങ്ങനെ ഒഴിക്കണം. മീൻകറി ഒരു കഷ്ണം മീനും കൂടെ ഇടാം. നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ തോരൻ. അയ്യോ, കളഞ്ഞു. ഇത്ര മതി. തക്കാളി ചട്നി കൂടെ ഒരു ഇച്ചിരി മീനും, ഇച്ചിരി തോരൻ, തക്കാളി ചട്നി എല്ലാം കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ഉരുളയാക്കണം. ഇട്ട് സൂപ്പർ. ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റാണ്. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എനിക്ക് സഹികെട്ട് ഞാനാണെങ്കിൽ ആ ഡൈനിങ് ടേബിളിൽ ഇരുന്ന പാത്രം കയ്യിലെടുത്ത് വെച്ചിട്ട് ഇരുന്നങ്ങ് കഴിക്കുമായിരുന്നു. അത് നിങ്ങളെ കാണിക്കാനൊന്നും അല്ല, എനിക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റ് തോന്നി, അങ്ങനെ എടുത്ത് കഴിച്ചു. ചിലപ്പോഴൊക്കെ എനിക്ക് ഈ ആക്രാന്തം മൂക്കുമ്പോൾ ഞാൻ ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരുത്തി കഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ചോറെല്ലാം ഏകദേശം തീർന്നു. എല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കാം കേട്ടോ. ചുമ എൻ്റെ വായിലൊരു കുരു വന്നേ, അതുകൊണ്ട് കഴിക്കാൻ കുറച്ച് പാടാണ്. എങ്കിലും വേദന എടുക്കും, നീറുന്നൊരു ഫീലാണ്. അപ്പം എന്നാലും കുഴപ്പമില്ല. എനിക്ക് ടേസ്റ്റൊക്കെ ഉള്ളതാണെങ്കിൽ ഞാൻ പിന്നെ നീറുന്നതൊരു വിഷയമാക്കി എടുക്കത്തില്ല കേട്ടോ. ഞാൻ ഇപ്പം മാങ്ങയുടെയൊക്കെ സീസണല്ലേ. മാങ്ങ എടുക്കുക, ഫുള്ള് തോല് കളയുക, ഇതേപോലെ ചെത്തി പീസാക്കിയിട്ട് പുളി അനുസരിച്ചിട്ട് കറിയിലിട്ട്, തേങ്ങ അരച്ച കറിയിലിട്ട്, എൻ്റെ പൊന്നൂ, ഒരു കറി വെച്ച് നോക്കി നിങ്ങൾ, പൊളിയായിരിക്കും. പിന്നെ ഇതേപോലെ ചീര എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ വല്ല തോരനായാലും മതി, അതൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കഴിക്കണം. എൻ്റെ പൊന്നൂ, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ചട്നിയും ഒരു രക്ഷയില്ല. അത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ചോറ് കഴിക്കാൻ പറ്റും. ഞങ്ങൾ തന്നെ ബ്രെഡൊക്കെ മേടിക്കുമ്പോഴേ ചട്നി എടുത്ത് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഈ മറ്റേ ജാമ് വെക്കത്തില്ല, അതേപോലെ ആക്കി തിന്നും. നല്ല ടേസ്റ്റ് കേട്ടോ. സൂപ്പർ. തക്കാളി ചട്നി അമ്മ നല്ലതായിട്ട് ഉണ്ടാക്കും. അതിന് അമ്മ എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടേക്ക്. നിങ്ങൾ കമൻ്റ് ഇടുവാണെങ്കിൽ തക്കാളി ചട്നിയുടെ റെസിപ്പി വേണമെന്ന് വെച്ചിട്ട്
നിങ്ങൾ കമൻറ്റ് ഇടുവാണെങ്കിൽ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ ഇതേപോലെ വീഡിയോ ഇടാം. ഭയങ്കര വെയിലാണ് കേട്ടോ, പുറത്തൊന്നും ഇറങ്ങാനോ പറ്റുന്നില്ല. ചെടിയാണിത് കണ്ടോ, നല്ലതായിട്ട് കിളിച്ച്. വെട്ടത്തിൻ്റെ കുറച്ച് പോരായ്മയുണ്ട് കണ്ടോ. ഇനി നമുക്ക് വെള്ളം കുടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ നിൽക്കുക നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.